പ്രഥം ബിരിയാണി കോർണർ എന്നുണ്ടാ കടയിൽ വരിക. അവിടെ ബിരിയാണി കിട്ടും, കുഷ്ക കിട്ടും, വേറെ എന്തൊക്കെ കിട്ടും? കുഷ്ക, എഗ് റൈസ്, ചിക്കൻ റൈസ് എല്ലാം കിട്ടും. സംഭവങ്ങളൊക്കെ കുറേ ഉണ്ട്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ബാംഗ്ലൂർ വന്നിട്ട് കുറച്ച് ദിവസം കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഇപ്പോൾ രാവിലത്തെ ഫുഡ് അടിക്കാൻ വേണ്ടി വന്നതാണ്. ശാലിനുണ്ടപ്പോൾ. ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മളങ്ങനെ കുഷ്ക എന്ന് പറഞ്ഞ സാധനം പറഞ്ഞിടാം. എന്താടാ എടാ, മീറ്റ് ഉണ്ട് ഇതിൽ? മീറ്റില്ല, മീറ്റ് പറയണം. റൈസും ഇതും കൂടി. മീറ്റും പറഞ്ഞോ? ഒരു ഹാഫ് പറയാല്ലേ? ആ പറയാം. ഹാഫ് കബാബ്. ഇതാണ്ട് കുഷ്ക. ഇത് ഹാഫാണോ? ഇത് റൈസാണോ? ഫുള്ള് 50 അതല്ല, 50 ഇത്രയും സാധനം കിട്ടും കേട്ടോ. ചെറിയ പീസ് സവാള, കുറച്ച് ചാറും ഇത് കുറച്ച് ഹാഫ് കബാബ് ആവശ്യമില്ലല്ലോ. കൊള്ളാല. കബാബും ഉണ്ട്. കുഷ്കയും കബാബും കൂടി നൈസ് കോമ്പോ ഉണ്ടോ? കുഷ്ക മാത്രം കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെടില്ല. കബാബും കൂട്ടി കഴിക്കാൻ കൊള്ളാം. ശാലുവിനൊക്കെ ഇത് ശീലമായി. ശാലിൻ്റെ ഫേവ് ഇതാണോ? ഫേവാണ് ഫേവ്. ഏത് 50 കുഷ്കക്കും 50 കബാബിനും ഓരേത് 50 രൂപ കബാബിന്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഒരു ചിക്കൻ ബിരിയാണി 100 രൂപ കൊടുത്ത് മേടിക്കുന്നത് നല്ലതൊരു കുഷ്കയും. ആ ശരിയാണ്. കൊള്ളാം. ഇതൊക്കെ കഴിച്ചിട്ടാണോ? ഓക്കെ ബൈ. അങ്ങനെ നമ്മൾ കുഷ്ക ഏകദേശം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കബാബ് ഇനിയും ബാക്കിയുണ്ട്. ശാലിൻ്റെ റൈസ് അനങ്ങളിലല്ലോ. അനങ്ങിക്കൊണ്ടിരിക്കുന്നു, നമ്മ തീർത്തിരിക്കും. എനിക്ക് ഏകദേശം വയറ് ഫുള്ള് കേട്ടോ. അങ്ങനെയുള്ള കബാബ് എല്ലാവരും വരുമ്പോൾ ട്രൈ ചെയ്യാം. ശാലി ലൊക്കേഷൻ പറ. ഇവിടെ എല്ലാ സ്ഥലത്തും ഇവിടെ എല്ലാ സ്ഥലത്തും കുഷ്ക കിട്ടില്ലേ? ആ പിന്നെ ഇവിടെ എല്ലാത്തിലും ഈ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഗ്ലോബൽ ബാഗേജ് ബാംഗ്ലൂരിൽ ഒട്ടുമിക്ക സ്ഥലത്തും എന്നുള്ള സംഭവമാണ് കുഷ്കയും കബാബും. ഞങ്ങളുടെ ഏരിയയിൽ ഗ്ലോബൽ ബാഗേജ് എല്ലായിടത്തും ഉണ്ടാകും കുഷ്ക. ആമ്പൂർ റൈസിലുള്ള കുഷ്കയുണ്ട്. ആമ്പൂർ റൈസ്. അതും കബാബ്. അവിടുത്തെ കബാബ് നൈസായിരുന്നു. നമ്മൾ ചിക്കൻ ഫ്രൈ വേണം. അവിടെ അല്ലേ ആമ്പൂർ ബിരിയാണി? ബിരിയാണി അത് ആ റൈസ് വെച്ചുണ്ടാക്കണോണ്ടാണ് ആമ്പൂർ ബിരിയാണി എന്ന് പറയുന്നത്. നൈസാണോ? നോക്കട്ടെ, പറ്റുമോ ട്രൈ ചെയ്യാം. ഇതാണ് ഈ കടയുടെ ഒരു മൂട കേട്ടോ. നമ്മളങ്ങനെ ഇവിടെ കുഷ്കയും കഴിച്ച് നേരെ പോകണുണ്ട്. ഗ്യാസ് കൊടുത്ത് നമുക്ക് 220 രൂപ ഉണ്ടായത്. ഹാഫ് കബാബിന് 60 രൂപ, കുഷ്കക്ക് 50 രൂപ. ഇപ്പം നമ്മൾ ഹെൽപ്പിന് നേരെ പാഴ്സൽ വാങ്ങിയിട്ടുണ്ട്. വാങ്ങിയിട്ടില്ല, ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഷോപ്പ്. പ്രഥം ബിരിയാണി കോർണർ എന്നുണ്ടാ കടയിൽ വരിക. അവിടെ ബിരിയാണി കിട്ടും, കുഷ്ക കിട്ടും, വേറെ എന്തൊക്കെ കിട്ടും? കുഷ്ക, എഗ് റൈസ്, ചിക്കൻ റൈസ് എല്ലാം കിട്ടും. സംഭവങ്ങളൊക്കെ കുറേ ഉണ്ട്. എല്ലാവരും വരുമ്പോൾ ട്രൈ ചെയ്യുക. ഇവിടെ വരുമ്പോൾ ലോക്കൽ ഫുഡൊക്കെ ട്രൈ ചെയ്യുക. ചിക്കൻ റൈസിനെ ഓ, മറ്റേ അവിടുത്തെ ചിക്കൻ റൈസ് കൊള്ളായിരുന്നു നമ്മൾ ആദ്യം വന്ന ദിവസം കഴിച്ച്. എനിക്ക് ആദ്യം കഴിച്ചപ്പോൾ എനിക്ക് എന്തോ വയറ്റിനൊരു അസ്വസ്ഥത പോലെ തോന്നിയായിരുന്നു. എല്ലാവർക്കും കിട്ടണമെന്നില്ല, ചിലർക്ക് കിട്ടുള്ള ടാസ്കൊക്കെ. നമ്മളങ്ങനെ ഇപ്പോൾ ഉള്ള സ്ഥലമെന്ന് വെച്ച് കഴിഞ്ഞാൽ കിങ്കേരിയിൽ മയിൽസാന്ദ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഇവിടെ ഗ്ലോബൽ വില്ലേജ് ബാക്ക് ഗേറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. സോ ഇവിടെ നിങ്ങൾ ഫുഡ് അടിക്കാൻ വരികയാണെങ്കിൽ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും വരികയാണെങ്കിൽ ഇങ്ങോട്ട് വരിക. ഇവിടെ നല്ലൊരു സ്പോട്ടാണ്, ഫുഡ് സ്പോട്ടാണ്. ഇവിടെ എല്ലാ ഏരിയയിലും ഉണ്ട്. ഇപ്പോൾ നോക്കിയും കണ്ട് കഴിക്കുക. 2 പേരൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം ഹാഫ് വാങ്ങി കഴിച്ച് നോക്കുക. ചിലപ്പോൾ നമുക്ക് വയറിനെ പിടിക്കണമെന്നില്ല, അങ്ങനത്തെ സീനൊക്കെ. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വരിക, ഫുഡൊക്കെ ട്രൈ ചെയ്യുക. ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഡ്രിങ്ക് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അത് നോക്കിയാൽ കുടിക്കുക. ബട്ടർ മിൽക്ക് ആ സാധനമൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയാണ്. എല്ലാവരും എന്നെ നോക്കി പോകുന്നുണ്ട് കേട്ടോ. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ATM പോയി സാധനമൊക്കെ ATM പോയി കാശൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. എന്താ
നമ്മളങ്ങനെ ഇവിടെ അവൽ മിൽക്ക് അടിക്കാൻ വന്നിട്ടുണ്ട്. മലയാളീൻ്റെ ഷോപ്പാണ് ഇവിടെ അവൽ മിൽക്ക് ഉണ്ട്. ഇവിടെ എല്ലായിടത്തും ബാറുണ്ട് കേട്ടോ. എടുക്കുക, കുടിക്കുക, കിടന്നുറങ്ങുക. അതെ, ആൾക്കാർക്ക് തോന്നണം പോയി കാണുമ്പോൾ തന്നെ മേടിക്കാൻ തോന്നും. അതുപോലെയാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചത്. ആകർഷണം ഇവിടെ സീനാണ് കേട്ടോ. ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ തന്നെ വേറെ. നമ്മുടെ ഒരു ഹോസ്റ്റലും കൂടെ എങ്ങനെയാണെന്ന് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അവിടെ നമ്മൾ വന്നിട്ട് രാവിലെ ഫുള്ള് ഉറക്കം, ഉച്ചയാകുമ്പോൾ എണീക്കും, എന്നിട്ട് രാവിലത്തെ ഫുഡ് കഴിക്കും. പിന്നെ അങ്ങോട്ട് വൈകുന്നേരം ആകുമ്പോൾ ഇറങ്ങും. എന്നിട്ട് 1 മണി 2 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ച് റൂമിൽ വരും. അതിൻ്റെ ഇടയ്ക്ക് ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിക്കും. അത് തന്നെ ഇവിടുത്തെ ലൈഫ്. മീൻസ് ഒരു രാവിലെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല അല്ലേ. നൈറ്റല്ലേ അടിപൊളി ബാംഗ്ലൂർ, രാവിലെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇതാണ്ട് ഇവിടുത്തെ അവൽ മിൽക്ക്, അടിപൊളിയാണ്. ശാലൂരാണ് ഫോട്ടോ പരിചയപ്പെടുത്തി തന്നേട്ടോ. നമ്മളൊരു ദിവസം നൈറ്റ് വന്നായിരുന്നു, മിനിഞ്ഞാന്നല്ലേ, മിനിഞ്ഞാന്ന് നൈറ്റ് വന്നത് കഴിച്ചായിരുന്നു കേട്ടോ. A few moments later. ഹലോ, നമ്മളങ്ങനെ ഈവനിങ് ചായ അടിക്കാൻ ഇറങ്ങിയൊക്കെ കേട്ടോ. ഞാനൊരു കോഫി പറഞ്ഞു. ഹലോ റസൽ വീഡിയോയിൽ വന്നിട്ടില്ലല്ലോ. നാട്ടിലെവിടെ? നാട്ടിൽ ഫോർട്ട് കൊച്ചിക്കാരനാണ്. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം നമ്മളെ ഫ്രണ്ട്സ് ഇവിടെ വന്നേക്കണേണ്. അപ്പം അങ്ങ് വൈകുന്നേരം ഒരു ടീ കുടിക്കാൻ ഇറങ്ങിയേക്കണ്. ഹെൽമിങ് കുറച്ച് കഴിഞ്ഞ് പോകട്ടോ. നേരത്തെ പോകുന്ന പറഞ്ഞിട്ട് സെറ്റ് ആയില്ല. അപ്പൊ എപ്പോഴാ പോണില്ലേ? രാത്രി 8 മണിയാകുമ്പോ പോണം പോണം പെറ്റിടക്കണ ഇവിടെ. ഞാനെന്തെടുക്കാനാ ട്രെയിൻ ക്യാൻസലായി പോണ 2 പ്രാവശ്യം ചെന്നു ട്രെയിൻ. മൊത്തത്തിൽ ബാഡുണ്ട് ഇവിടെ ലൂപ്പിപ്പെട്ട്. രാവിലെ എണീറ്റ് 5 ഉറക്കം നിന്ന് 5 മണിക്ക് ട്രെയിനിൽ പോകുന്നു പറഞ്ഞു വണ്ടിക്ക് 150 രൂപ പെട്രോൾ അടിച്ച് അവിടം വരെ എന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ട്രെയിനില്ലെന്ന്. എന്ത് വാങ്ങി ഇവിടുത്തെ ചായക്കട മൂട്. അവിടെ തിരിച്ചിടിച്ചു പറഞ്ഞിടത്ത് അവിടെ നിന്ന് കർണാടകയിലെ പട്ടിക്കുഞ്ഞുങ്ങളുണ്ടോ? ആ ചേച്ചിയുടെ വീടാന്ന് തോന്നുന്നുണ്ട്. ചേച്ചി വന്നിട്ടുണ്ടോ? ഇമാരൊക്കെ കമ്പനി A few moments later. നമ്മളങ്ങനെ തിരിച്ച് ഹെൽബിനെ റിട്ടേൺ അയക്കാൻ വേണ്ടി വന്നേട്ടോ. ഹെൽബിൻ ബസ്സിനപ്പോൾ പോണേ. വീട്ടിൽ അത്യാവശ്യം പോകേണ്ട ആവശ്യമുണ്ട്. അപ്പം വെച്ചാൻ പോണാണ്. അപ്പോൾ നമ്മളിപ്പോൾ മെട്രോ സ്റ്റേഷനിൽ വന്നേക്കണം. കേരള മെട്രോ വന്നിട്ടോ. ബസ് വന്നിട്ടുണ്ട്. ഇതാണ് ബസ്. ഇതേ ഓക്കെ. അങ്ങനെ നമ്മൾ ഹെൽബിനാക്കിയിട്ട് മജസ്റ്റിക് ബസ് സ്റ്റാൻഡിലോട്ട് പോകണേട്ടോ. അവിടെ നിന്ന് കുറച്ച് കറങ്ങിയിട്ടൊക്കെ പോകുന്നിടത്ത്. ഇതിപ്പോൾ മജസ്റ്റിക്സ് ഫുഡ് സ്ട്രീറ്റാണ്. നൈറ്റ് ആയിട്ടുണ്ട്, കുറേ ഐറ്റംസ് ഒക്കെ കിട്ടും. നമ്മളങ്ങനെ ഒറ്റക്ക. ബാംഗ്ലൂർ അത്ര സേഫ് അല്ല ഈ ഒരു ഏരിയ. ഇവിടെ അധികം അങ്ങനെ ആൾക്കാരില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ അത്ര സേഫ് അല്ല. നമ്മളങ്ങനെ ബാംഗ്ലൂർ സ്ട്രീറ്റിലൂടെ ഒറ്റയ്ക്ക് കിടക്കണേണ്ട. നമുക്ക് നമ്മുടെ റൂമിലോട്ട് ഇവിടുന്ന് 20 കിലോമീറ്റർ പ്ലസ് ഉണ്ട്. സോ നൈറ്റ് 11:40 വരെ മെട്രോ ഉള്ളൂ. അല്ലെങ്കിൽ ക്യാബ് ബുക്ക് ചെയ്തൊക്കെ പോകേണ്ടി വരും, ചിലവാണ്. നമ്മളേതായാലും ഒരു 10:30 ആകുമ്പോൾ തിരിച്ചു പോയിരിക്കും. ഇവിടെ ഇതുപോലെയൊക്കെ കറങ്ങി കിടക്കണം നൈറ്റിൽ. അവിടെ ഫുഡ് സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ ഹെൽബിനെയൊക്കെ ആക്കിയിട്ട് നമ്മൾ മജസ്റ്റിക്സ് അവിടെയൊക്കെ കറങ്ങി നടന്നിട്ടാ. അവിടെ ബസ് സ്റ്റാൻഡ്, അവിടുത്തെ ഫുഡ് സ്ട്രീറ്റ് ഏരിയയൊക്കെ. ഞാൻ ഒറ്റക്കാണ്ട് ഞാനങ്ങനെ വീഡിയോ എടുത്തില്ല.
കാരണം ക്യാമറ സ്കെച്ചിട്ട് തൂക്കും. ഞാനിപ്പോൾ നടക്കുന്ന സ്ഥലം പോലും അത്ര സേഫൊന്നുമല്ല. ഇവിടെ റോബറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫോൺസൊക്കെ അടിച്ചുകൊണ്ട് പോകും. ഞാൻ ബസ്സിൽ നിന്നപ്പോൾ ഒരു ഭായി പറഞ്ഞായിരുന്നു ഫോണൊക്കെ സൂക്ഷിക്കണം, ഇവിടെ വെച്ച് ഇവിടെ ഫോണൊക്കെ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ എൻ്റെ അടുത്ത് കാണാമെന്നൊരു മൂഡിൽ എടുക്കുന്നത് അറിയില്ല. നമ്മളിപ്പോൾ ആ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കണേ. ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ പ്ലസ് ഉണ്ട്, 1.7 എന്തൊക്കെ ഗൂഗിൾ മാപ്സ് ചെയ്യുന്നു. സോ നമുക്ക് അത്രയും പോകണം സ്റ്റേ ചെയ്യുന്നപ്പോൾ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ ഗുഡ് ബൈ.